ഗുഡ് മോർണിംഗ് യൂറോപ്പ്. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിലെ മലയാളികൾക്കിനി വിമാന ടിക്കറ്റിന്റെ പേടി വേണ്ട. ജൂലൈ പാതിയോടെ ആരംഭിച്ച് സെപ്റ്റംബർ ആദ്യം അവസാനിക്കുന്ന ഹോളിഡേ സീസണിൽ നാട്ടിൽ പോകുന്ന മലയാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ഭീമമായ വിമാന ടിക്കറ്റിന് പരിഹാരവുമായി ബ്രിട്ടൻ എത്തുന്നു. പ്രധാന ഹോളിഡേക്ക് പുറമെ 2 ആഴ്ച നീളുന്ന മറ്റൊരു ഹോളിഡേ കൂടി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇതനുസരിച്ച് ഒക്ടോബർ അവസാനം വരാതെ ഹാഫ് ടൈം ഹോളിഡേ 2 ആഴ്ചയായി നീട്ടും. അത്യാവശ്യക്കാർക്ക് ഈ സമയത്ത് നാട്ടിൽ പോയാൽ മതിയാവുമെന്ന സാഹചര്യം ചെലവ് കുറയ്ക്കാൻ കാരണമാകും. ചെലവ് കുറഞ്ഞ ഒഴിവുകാല യാത്രകൾ സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആവിഷ്കരിക്കുന്ന ഈ പദ്ധതിക്കെതിരെ കടുത്ത വിമർശനവും ഉയരുന്നുണ്ട്. ഇത് അധ്യാപകരുടെ ജോലി കുറയ്ക്കുകയും അതേസമയം വിദ്യാഭ്യാസത്തെ തകർക്കുകയും ചെയ്യും എന്നതാണ് പ്രധാന ആരോപണം. മാത്രമല്ല, ഈ അധിക അവധിക്കാലത്ത് കുട്ടികളെ നോക്കാൻ മിക്ക മാതാപിതാക്കൾക്കും സമയം ലഭിച്ചേൽക്കില്ല എന്നും ചൈൽഡ് കെയറിനായി അധിക തുക ചെലവഴിക്കേണ്ടി വരുമെന്നും ഈ നയത്തിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്റ്റാൻഡ് അപ്പ് ടു റേസിസം സ്കോട്ട്ലാൻഡ് പ്രവർത്തകർ. സ്കോട്ട്ലാൻഡിൽ അഭയാർത്ഥികളെ പാർപ്പിച്ച ഹോട്ടലിന് മുന്നിൽ കുടിയേറ്റ വിരുദ്ധർ പ്രതിഷേധിക്കുന്നതിനിടെ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്തുകൊണ്ട് വംശീയ വിവേചനത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കി സ്റ്റാൻഡ് അപ്പ് ടു റേസിസം സ്കോട്ട്ലാൻഡ് പ്രവർത്തകരും രംഗത്തെത്തി. ഫാൾക്രിക് ട്രേഡ്സ് യൂണിയൻ കൗൺസിലും തദ്ദേശവാസികളും ഫാൾക്രിക്കിലേക്ക് അഭയാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രകടനത്തിൽ പങ്കുചേർന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. തദ്ദേശ സമൂഹവും ട്രേഡ് യൂണിയനുകളും പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകരും വിവിധ വിശ്വാസ ഗ്രൂപ്പുകളും ഒത്തുചേർന്ന് സംഗീതവും പ്രഭാഷണവും ഒക്കെയായി സമാധാനപരമായ ഒരു പ്രകടനമായിരുന്നു അത്. തീവ്ര വലതുപക്ഷക്കാരെ നിലയ്ക്കു നിർത്തുക, അഭയാർത്ഥികൾക്ക് സ്വാഗതം, കുടിയേറ്റ തൊഴിലാളികളാണ് NHSനെ നിലനിർത്തുന്നത് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു പ്രകടനം. രാവിലെ 11 മണിയോടെയായിരുന്നു പ്രകടനം ആരംഭിച്ചത്. ഉക്രൈനു പിന്നിൽ ഒറ്റക്കെട്ടായി യൂറോപ്യൻ നേതാക്കൾ. യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ശാശ്വത പരിഹാരം തേടിയുള്ള മാരത്തൺ ചർച്ചകളിൽ യുക്രൈനു പിന്നിൽ ഒറ്റക്കെട്ടായി യൂറോപ്യൻ നേതാക്കൾ. അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ട് സംസാരിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വാഷിംഗ്ടണിൽ ഇന്ന് ചർച്ചയ്ക്കിരിക്കുമ്പോൾ യൂറോപ്യൻ നേതാക്കളും ഒപ്പമുണ്ടാകും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ, നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോ, ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജ് മെലോനി, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർട്സ്, ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് എന്നിവരാണ് സെലൻസ്കിയുടെ സംഘത്തിലുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിലെ ചർച്ചയ്ക്കിടെ ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും സെലൻസ്കിയോട് കയർത്തു സംസാരിച്ചതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഉക്രൈൻ ഒറ്റപ്പെടില്ല എന്ന് ഉറപ്പാക്കാനുമാണ് യൂറോപ്യൻ നേതാക്കൾ ഒപ്പം വന്നിരിക്കുന്നത്. അയർലൻഡിൽ വീണ്ടും വംശീയ അധിക്ഷേപം. അയർലൻഡിലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കൗമാരക്കാരിൽ നിന്ന് വംശീയ അധിക്ഷേപം നേരിട്ടതായി ഇന്ത്യൻ യുവാവിന്റെ വെളിപ്പെടുത്തൽ. റെഡറിലൂടെയാണ് 22 വയസ്സുകാരനായ പേര് വെളിപ്പെടുത്താത്ത യുവാവ് തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചത്. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നതിനിടെ തന്നെ ഐറിഷ് കൗമാരക്കാർ വംശീയമായും ശാരീരികമായും ആക്രമിച്ചു. 2 ഐറിഷ് പൗരന്മാരും ബ്രൗൺ നിറമുള്ള ഒരാളും അന്നേരം ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. ആരും തനിക്ക് വേണ്ടി പ്രതികരിച്ചില്ല എന്നും യുവാവ് പറയുന്നു. ഈ പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും തനിച്ചാണ്, ധൈര്യമായിരിക്കൂ എന്നാണ് യുവാവ് പോസ്റ്റിൽ പറയുന്നത്. അടുത്തിടെ അയർലൻഡിൽ ഇന്ത്യൻ പൗരന്മാർക്കെതിരായ ആക്രമണങ്ങളിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്ന് ഇന്ത്യൻ എംബസി പറഞ്ഞു. ലണ്ടനിൽ ഞായറാഴ്ച ഗതാഗത കുരുക്കിൽ വാഹനങ്ങൾ കെട്ടിക്കിടന്നത് 15 മൈൽ. ലണ്ടനിൽ ഞായറാഴ്ച M5-ൽ ഗതാഗത കുരുക്കിൽ വാഹനങ്ങൾ 15 മൈൽ വരെ കെട്ടിക്കിടന്നു. 3 മണിക്കൂർ വരെയാണ് പല വാഹനങ്ങൾക്കും കാത്തുകിടക്കേണ്ടി വന്നത്. ജംഗ്ഷൻ 19 പോർട്ടിഷെഡിനും ജംഗ്ഷൻ 18 ബ്രിഡ്സ്റ്റോളിനും ഇടയിൽ റോഡിന്റെ ഉപരിതലത്തിൽ ചില അടിയന്തര അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നതോടെയാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. സുരക്ഷിതമായി ജോലി പൂർത്തിയാക്കുന്നതിനായി അവോൺമെന്റ് പാലത്തിലെ 4 ലെയിനുകളിൽ 3 അടച്ചിടുകയായിരുന്നു. ചൂടുള്ള കാലാവസ്ഥയിൽ ഡർമാക്കിന്റെ ക്യൂറിംഗ് പ്രക്രിയ വൈകിയത് റോഡ് പണി പൂർത്തിയാക്കാൻ കാലതാമസമുണ്ടാക്കി. മണിക്കൂറുകൾ നീണ്ട കുരുക്കുണ്ടാകുമെന്നതിനാൽ പതിവിലും നേരത്തെ യാത്ര ആരംഭിക്കണമെന്ന് നാഷണൽ ഹൈവേ യാത്രക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു. 3 മണിക്കൂറിലധികം പല വാഹനങ്ങൾക്കും റോഡിൽ കാത്തു നിൽക്കേണ്ടതായി വന്നു. യാത്രക്കാർക്ക് നേരിട്ട അസൗകര്യത്തിന് നാഷണൽ ഹൈവേസ് ഖേദം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഴ്സ് ലൂസി ലെറ്റ്ബി വിഷയത്തിൽ പുതിയ വഴിത്തിരിവ്. ചെസ്റ്ററിൽ 7 നവജാത ശിശുക്കളെ കൊല ചെയ്യുകയും മറ്റ് 7 ശിശുക്കളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കുറ്റത്തിന് തടവ് ശിക്ഷ അനുഭവിക്കുന്ന നഴ്സ് ലൂസി ലെറ്റ്ബി യഥാർത്ഥത്തിൽ ആശുപത്രികളിൽ ശിശുക്കൾക്ക് ലഭിക്കുന്ന മോശം പരിചരണത്തെക്കുറിച്ച് പരാതികൾ ഉയർത്തിയിരുന്നുവെന്ന് മെയിൽ ഓൺ സൺഡേ റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങൾക്ക് ലഭിച്ച ഞെട്ടിക്കുന്ന ചില രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഈ റിപ്പോർട്ടെന്നും മെയിൽ ഓൺ സൺഡേ അവകാശപ്പെടുന്നുണ്ട്. കൗണ്ടസ് ഓഫ് ചെസ്റ്റർ ഹോസ്പിറ്റലിൽ നടന്ന കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട കേസ് പ്രോസിക്യൂഷൻ ഉയർത്തിയ ചില സുപ്രധാന വാദങ്ങളെ വിദഗ്ധർ ചോദ്യം ചെയ്തതോടെ വിവാദമായിരുന്നു. ഏറെ ചോദ്യം ചെയ്യപ്പെട്ട സ്ഥിതിവിവര കണക്കുകളെ ആസ്പദമാക്കിയുള്ള സാധ്യതകളുടെയും അതുപോലെ ലൂസി ബെറ്റി എപ്രകാരമാണ് കുട്ടികളെ കൊന്നത് എന്നതിനെക്കുറിച്ചുള്ള ഏറെ സംശയങ്ങൾ ഉയർത്തുന്ന സിദ്ധാന്തങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു അവരെ ശിക്ഷിച്ചത്.
ഏതെങ്കിലും വിധത്തിലുള്ള ഫോറൻസിക് CCTV തെളിവുകളുടെ അഭാവത്തിലാണ് ജഡ്ജിമാർ അവരെ ശിക്ഷിച്ചത്. മാത്രമല്ല, കൊലപാതകങ്ങൾക്ക് പുറകിലുള്ള ഉദ്ദേശലക്ഷ്യം എന്തെന്ന് സ്ഥാപിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല. ഇംഗ്ലണ്ടിലെ രോഗികൾക്കായി 100 കമ്മ്യൂണിറ്റി ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ. ഇംഗ്ലണ്ടിലെ രോഗികൾക്കായി നിർണായക ആരോഗ്യ പരിശോധനകളായ MRI സ്കാനുകൾ പോലുള്ള സേവനങ്ങൾക്കായി ആഴ്ചയിൽ 7 ദിവസവും 100 കമ്മ്യൂണിറ്റി ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ തുറന്നിട്ടുണ്ട് എന്ന് സർക്കാർ. ഇംഗ്ലണ്ടിൽ 170 DCCകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവ പലപ്പോഴും ഷോപ്പിംഗ് സെന്ററുകളിലും ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലുമാണ്. രോഗികൾക്ക് അവരുടെ GPയിൽ നിന്നോ ആശുപത്രികളിലെ ക്ലിനിക്കൽ ടീമുകളിൽ നിന്നോ ഒരു റെഫറൽ വഴി അവയിലേക്ക് പ്രവേശിക്കാം. 100 DCCകൾ ആഴ്ചയിൽ 7 ദിവസവും 12 മണിക്കൂറും തുറന്നിരിക്കുന്നതായി സർക്കാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2024 ജൂലൈ അപേക്ഷിച്ച് ഈ സമയങ്ങളിൽ 37 DCCകളുടെ വർധനവ് ഈ സേവനം രോഗികൾക്ക് കൂടുതൽ വേഗത്തിലും രോഗനിർണയത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുമെന്നുമാണ് പ്രതീക്ഷ. ആംബുലൻസ് ഉപേക്ഷിച്ച് A&Eയിലെ രോഗികൾ. ആംബുലൻസിനായി കാത്തിരിക്കാതെ A&Eയിലേക്ക് സ്വന്തം രീതിയിൽ എത്തിച്ചേരുന്ന രോഗികളുടെ എണ്ണം റെക്കോർഡിൽ. ആംബുലൻസ് സഹായം തേടിയാലും എത്തിച്ചേരാൻ ഏറെ കാത്തിരിക്കേണ്ടി വരുന്നതും ആശുപത്രികൾക്ക് പുറത്ത് എമർജൻസി വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുന്നതും കണ്ടാണ് രോഗികൾ സ്വന്തം നിലയിൽ A&Eയിൽ എത്താൻ ശ്രമിക്കുന്നത്. ഏറ്റവും അടിയന്തരമായ കേസുകളിൽ പോലും പകരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് രോഗികൾ A&Eയിൽ എത്തുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. NHS ഇംഗ്ലണ്ട് ഡാറ്റ പ്രകാരം 19.5 മില്യൺ രോഗികൾ, അതായത് ഏകദേശം 79% ആളുകളും നടക്കുകയോ സൈക്കിൾ ചവിട്ടിയോ പൊതുഗതാഗത സംവിധാനങ്ങളോ ടാക്സി, പ്രൈവറ്റ് വാഹനങ്ങൾ എന്നിവയിലോ ആണ് എത്തിയത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലിവർപൂളിൽ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് തടയിട്ട് പോലീസ്. 3 വർഷത്തിന് ശേഷം ലിവർപൂളിൽ ഗുണ്ടാ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി പോലീസ് രൂപീകരിച്ച പദ്ധതിയിൽ പൊതുജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചെന്ന് മെഴ്സിഡൈസ് പോലീസ്. ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തന മേഖലയെ ഇല്ലാതാക്കുക, സംഘടിത കുറ്റകൃത്യങ്ങൾ തിരിച്ചുവരാതിരിക്കാൻ അത് നിലനിർത്തുക, ഒരു യോജിച്ച സമൂഹം കെട്ടിപ്പടുക്കുക എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഈ പദ്ധതി കമ്മ്യൂണിറ്റി ഇന്റലിജൻസിൽ 300% വർധനവിനും 5300-ലധികം അറസ്റ്റുകൾക്കും ഏകദേശം 630 കിലോഗ്രാം ക്ലാസ് A, B മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കലിനും കാരണമായതായി പോലീസ് പറഞ്ഞു. സൂപ്പർമാന്റെ വില്ലൻ ഓർമ്മയായി. സൂപ്പർമാൻ 2 സിനിമകളിൽ സൂപ്പർമാന്റെ പ്രധാന വില്ലനായ ജനറൽ സോഡ് എന്ന കഥാപാത്രത്തിന് ജീവനേകിയ പ്രമുഖ ബ്രിട്ടീഷ് നടൻ ടെറൻസ് സ്റ്റാമ്പ് ഇന്നലെ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. 1968 പുറത്തിറങ്ങിയ പിയർ പാവ്ലോ പസോലിനിയുടെ തിയോറം, 1971 പുറത്തിറങ്ങിയ എ സീസൺ ഇൻ ഹെൽ, ദി അഡ്വഞ്ചേഴ്സ് ഓഫ് പ്രിസില്ല തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത അദ്ദേഹത്തെ ഓസ്കാറിനായി നോമിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1984 പുറത്തിറങ്ങിയ ക്യൂൻ ഓഫ് ദി ഡെസേർട്ടിൽ ഒരു ട്രാൻസ്ജെൻഡർ വനിതയുടെ വേഷം ചെയ്തുകൊണ്ട് അദ്ദേഹം വീണ്ടും ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഒരു നടൻ എന്നതിനോടൊപ്പം തന്നെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും അനേകർക്ക് പ്രചോദനമായി വർത്തിച്ച അദ്ദേഹത്തിന്റെ മരണവാർത്ത കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. മരണകാരണം എന്തെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ബ്രൂക്ലിനിൽ വെടിവയ്പ്. ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രൂക്ലിനിൽ ക്രൗൺ ഹൈറ്റ്സ് പരിസരത്തുള്ള ഒരു ലോഞ്ചിൽ നടന്ന വെടിവയ്പിൽ 3 പേർ മരിക്കുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഞായറാഴ്ച പുലർച്ചെ 3:30 ടേസ്റ്റ് ഓഫ് ദി സിറ്റി എന്ന സ്ഥലത്ത് ഒരു തർക്കത്തെ തുടർന്നാണ് സംഭവം. മരിച്ച 3 പേരും പുരുഷന്മാരാണ്. പരിക്കേറ്റ 8 പേർ പ്രാദേശിക ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല. 1-ലധികം പേരാണ് വെടിവയ്പ് നടത്തിയത് എന്നാണ് പോലീസ് കരുതുന്നത്. നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സംഭവ സ്ഥലത്ത് നിന്ന് 36ഓളം ഷെൽ കേസിങ്ങുകളും ഒരു തോക്കും കണ്ടെത്തിയിട്ടുണ്ട്. വെടിവയ്പ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. യുക്രൈനിയൻ അഭയാർത്ഥികളെ സഹായിക്കുന്നതിലും വെട്ടിപ്പ്. യുക്രൈനിയൻ അഭയാർത്ഥികളെ താമസ സൗകര്യത്തിനായി സഹായിക്കുന്നതിനായി ഇംഗ്ലീഷ് കൗൺസിലുകൾക്ക് നൽകിയ 300 മില്യൺ പൗണ്ടിലധികം ചെലവഴിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ട്. റഷ്യ യുക്രൈൻ ആക്രമിച്ച് 3 വർഷത്തിലേറെയായി 327 മില്യൺ പൗണ്ട്, ഏകദേശം 1 ബില്യൺ പൗണ്ട് ബജറ്റിന്റെ 1/3 കൗൺസിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൗൺസിലുകൾ ചെലവഴിച്ച ഫണ്ടുകളിൽ ഭൂരിഭാഗവും ജീവനക്കാർക്കും പങ്കാളി സംഘടനകൾക്കും ശമ്പളം നൽകുന്നതിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉക്രൈനിയക്കാർക്ക് താൽക്കാലിക താമസത്തിനായി 22 മില്യൺ പൗണ്ട് മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. സ്വകാര്യ വാടക താമസത്തിനായി അവരെ സഹായിക്കുന്നതിന് 15 മില്യൺ പൗണ്ട് മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. ലണ്ടനിലെ തെരുവിലൂടെ ദുബായ് ഭരണാധികാരി. ലണ്ടനിലെ തെരുവിലൂടെ കൂളായി നടക്കുന്ന ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ചിത്രം സമൂഹമാധ്യമത്തിൽ വൈറലായി. മറ്റ് ചില ചിത്രങ്ങളിൽ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ലണ്ടനിലെ തെരുവിലൂടെ രാജകുടുംബത്തിലെ അംഗങ്ങളോടൊപ്പം നടക്കുന്നതും സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഗ്ലോബൽ ചാമ്പ്യൻസ് അറേബ്യൻ ടൂറിൽ പങ്കെടുക്കുന്നതിന് രാജകുടുംബം ലണ്ടനിലെത്തിയത്. ടീഷർട്ടും പാൻസും ധരിച്ച് അംഗരക്ഷകരുടെ കൂടെ ദുബായ് ഭരണാധികാരി നടക്കുന്നതാണ് പ്രചരിക്കുന്ന വീഡിയോയിലെ ദൃശ്യം. ഗ്ലോബൽ ചാമ്പ്യൻസ് അറേബ്യൻ ടൂർ ഏറ്റവും മികച്ച അറേബ്യൻ കുതിരകളും അവയുടെ നടത്തിപ്പുകാരും ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടാൻ പരസ്പരം മത്സരിക്കുന്ന വേദിയാണ്. ഇതാദ്യമായിട്ടാണ് ലണ്ടനിൽ ഗ്ലോബൽ ചാമ്പ്യൻസ് അറേബ്യൻ ടൂർ നടക്കുന്നത്.
ഓഗസ്റ്റ് 14-ന് ആരംഭിച്ച 4 ദിവസത്തെ ഇവന്റിന് റോയൽ ഹോസ്പിറ്റൽ ചെൽസിയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ബ്രിട്ടനിലെ 1-ാം കിരീടാവകാശിയും ഭാര്യയും പുതിയ വസതിയിലേക്ക്. ബ്രിട്ടനിലെ 1-ാം കിരീടാവകാശിയായ വില്യം രാജകുമാരനും ഭാര്യ കേറ്റും വിൻസർ ഗ്രേറ്റ് പാർക്കിലെ പുതിയ വസതിയിലേക്ക് താമസം മാറുന്നു. വിൻസർ കൊട്ടാരത്തിനു സമീപമുള്ള 8 മുറികളോടുകൂടിയ ഫോറസ്റ്റ് ലോഡ്ജിലാകും ഇനി രാജകുമാരന്റെയും കുടുംബത്തിന്റെയും താമസം. മക്കളായ ജോർജ്, ഷാർലറ്റ്, ലൂയിസ് എന്നിവരും ഇവിടെ കൂടെയുണ്ടാകും. 4800 ഏക്കർ വിസ്തൃതിയിലുള്ള വിൻസർ ഗേറ്റ് പാർക്കിന്റെ മധ്യത്തിലായാണ് ഫോറസ്റ്റ് ലോഡ്ജ് എന്ന പേരിലുള്ള ഈ ആഡംബര വസതി സ്ഥിതി ചെയ്യുന്നത്. കാസിൽ ഗ്രൗണ്ടിലെ അഡ്ലൈഡ് കോട്ടേജിലായിരുന്നു 2022 മുതൽ ഇരുവരും താമസിച്ചിരുന്നത്. ഇവിടെ വെച്ച് ക്യാൻസർ രോഗം പിടിപെട്ട കേറ്റ് രാജകുമാരി 18 മാസത്തെ ചികിത്സയ്ക്കും വിശ്രമത്തിനും ശേഷമാണ് പുതിയ തുടക്കമെന്നോണം പുതിയ സ്ഥലത്തേക്ക് താമസം മാറുന്നത്. 1-ാം കിരീടാവകാശിക്ക് അവകാശപ്പെട്ട താമസ സ്ഥലമാണ് ഫോറസ്റ്റ് ലോഡ്ജ്. ചാൾസ് 3-ാമൻ രാജാവായി ചുമതലയേറ്റതു മുതൽ ഒഴിഞ്ഞുകിടക്കുന്ന ഈ വീട്ടിലേക്കുള്ള മാറ്റം പുതിയ ഒരു അധ്യായത്തിന്റെ തുടക്കമാണ് എന്നാണ് കൊട്ടാരം വൃത്തങ്ങൾ പറയുന്നത്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ ലിസ്റ്റഡ് കമ്പനികളുടെ മേധാവികൾക്ക് റെക്കോർഡ് ശമ്പളം. ബ്രിട്ടനിലെ ഏറ്റവും വലിയ ലിസ്റ്റഡ് കമ്പനികളുടെ മേധാവികൾ തുടർച്ചയായ 3-ാം വർഷവും റെക്കോർഡ് ഉയർന്ന ശമ്പളം നേടിയതായി റിപ്പോർട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ റെക്കോർഡ് നേട്ടം ശരാശരി FTSE 100 ചീഫ് എക്സിക്യൂട്ടീവിന് ഇപ്പോൾ ശരാശരി മുഴുവൻ സമയ UK തൊഴിലാളികളുടെ ശമ്പളത്തിന്റെ 122 മടങ്ങ് ശമ്പളം ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കഴിഞ്ഞ 4 വർഷമായി എക്സിക്യൂട്ടീവ് ജീവനക്കാരുടെ ശമ്പളം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാമാരിയുടെ സമയത്ത് സ്വീകരിച്ച ശമ്പള വെട്ടിക്കുറവിന്റെ ഫലമായി പല കുടുംബങ്ങളും ഇപ്പോഴും ജീവിത ചെലവ് പ്രതിസന്ധിയിൽ പെട്ടിരിക്കുന്ന സമയത്താണ് ഈ ശമ്പളക്കയറ്റം. ഇനി ആലൻ ട്രാവൽ പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.39 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.41 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 102.24 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.3 ഇന്ത്യൻ രൂപ. ഈ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.